എല്ലാവർക്കും എന്റെയും കുട്ടനാടിന്റെയും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്രം നമസ്കാരം പറഞ്ഞ ഒരു കാര്യമില്ല. നിങ്ങളെല്ലാവരും അങ്ങനെ അവിടെ പോയി എവിടുന്ന പറയാനോ ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ലേ? എന്തുവല്ലേ അവിടെ നിന്ന് പോയത്? എന്നാലും സന്തോഷം. ഒരു സത്യം പറയാമല്ലോ, എന്റെ നാട് കോട്ടയമാണ്. എന്റെ നാട്ടിൽ എനിക്കൊരു സ്വീകരണം തന്നാൽ ഇത്രയും ജനം ഉണ്ടാവില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ഇവിടുന്ന് ആലോചിച്ച കാര്യങ്ങളാണ്. കാരണം സ്വന്തം നാട്ടിൽ അങ്ങനെ വലിയ വില ആർക്കും ഉണ്ടാവില്ല. പൊതുവെ അങ്ങനെയാണ് രീതി. ഇതല്ല. പൊതുവെ കോഴിക്കോടുകാരെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കാണ്. സിനിമയിൽ വന്ന കാലം മുതൽ കോഴിക്കോടിന്റെ മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സർഗത്തിലെ കുട്ടൻതമ്പുരാൻ. കുട്ടൻതമ്പുരാൻ ഇല്ലെങ്കിൽ ഞാനില്ല. ഈ അവസരത്തിൽ എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറിനെ ഞാൻ മനസ്സാൽ നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്താൻ കാര്യം. അദ്ദേഹം ഇന്ന് അറിഞ്ഞിട്ടില്ല, ഞാനൊരു വലിയ യാത്രയെ കഴിഞ്ഞ ഖത്തറിലായിരുന്നു മിഞ്ഞാന്നൊക്കെ. ഖത്തറിൽ നിന്ന് വെളുപ്പിനെ 3:30 മണിക്കാണ് ഇവിടെ കോഴിക്കോട് വന്ന്. ഉറങ്ങിയിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ആകെ 2 മണിക്കൂറാണ് കിട്ടിയത്. എൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരുങ്ങി ഇങ്ങോട്ട് വന്നു. അത്ര കഷ്ടപ്പെട്ടാ വന്നേ. എത്ര കഷ്ടപ്പെട്ടാലും മുജുകുന്നിലെ പരിപാടി വന്നപ്പോൾ അത് തീരുമാനിച്ചു, ഏത് യാത്ര കഴിഞ്ഞാലും ഇവിടെ വന്ന് നിങ്ങളെ കാണുന്നു. അത്രയധികം കടപ്പാടുള്ള ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണിത്. എന്നിലെ ഒരു വ്യക്തി എന്നതിൽ ജനിച്ചത് കോട്ടയത്താണെങ്കിലും എന്നിലെ നടന് ജന്മം നൽകിയത് കോഴിക്കോടിന്റെ മണ്ണാണ്. പ്രത്യേകിച്ച് കുട്ടൻതമ്പുരാനെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടൻതമ്പുരാന്റെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ ചിത്രീകരിച്ച ഇവിടെ കോട്ടയം ക്ഷേത്രത്തിലാണ്. അതെനിക്ക് കോഴിക്കോട് വലിയ പരിചയമില്ല. ഞാനൊരു കോട്ടയക്കാരനാണ്. ഇങ്ങനെ ഹരിഹരൻ സാർ, ലെജൻഡറി ഹരിഹരൻ സാറിന്റെ ചിത്രത്തിലേക്ക് അവസരം വന്നപ്പോൾ സാർ ആദ്യമേ ഇതിന്റെ ഈ ക്യാരക്ടറിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ഹെവി ക്യാരക്ടറാണ്, നിങ്ങൾ ഇത് ചെയ്യുന്ന പോലത്തെ അല്ല, ഒരുപാട് മാനറിസംസ് ഉണ്ട്, 5-6 മാനറിസംസ് ഉണ്ട് ഇദ്ദേഹത്തിന്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇതെന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് താങ്ങുന്ന ഒരു കഥാപാത്രമാണ് എന്നുള്ള പേടിയിലൊക്കെയാണ് കോഴിക്കോട് ഞാനത് ഇറങ്ങുന്നത്. അങ്ങനെ മഹാറാണിയെ താമസം, പിറ്റേ ദിവസം ഷൂട്ടിങ് ഏലത്തൂർ ഒരു വീട്ടിലാണ് ആദ്യത്തെ ഷോട്ട് എടുത്തത്. ഇവിടെ അടുത്ത ഏലത്തൂർ. അവിടെ പോയി ഇറങ്ങുന്നു. അതിനുശേഷം അതിന്റെ നെക്സ്റ്റ് ഡേ പറയുന്നു, നാളെ എന്റെ ഷൂട്ടിങ് ഞാൻ ചോദിച്ചു, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു, നാളെ മുജുകുന്നിലാണ്. മുജുകുന്ന് എനിക്കറിയില്ല. മുജുകുന്ന് ക്ഷേത്രവും പരിസരവും ഒക്കെയാണ് ഷൂട്ടിങ്ങിന് നാളെ ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത്ര മനോഹരമായ സ്ഥലം, എത്രയൊരു സമാധാനമായിരുന്നു ഷൂട്ടിങ് വന്നിട്ട് ആ കോട്ട ക്ഷേത്രത്തിൽ വന്നിട്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാനും വിനീതമായിട്ടുള്ള ഒരുപാട് നല്ല സീനുകൾ, പ്രത്യേകിച്ച് കുട്ടൻതമ്പുരാന്റെ ആത്മനൊമ്പരങ്ങൾ സുഹൃത്തായ ഹരിയോട് പറയുന്ന സീൻസ് ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തത്. ഏറ്റവും സുപ്രധാനമായ കുളക്കടവിലെ അഹങ്കാരിയായ മിലിറ്ററിക്കാരൻ തമ്പുരാന്റെ നേരെ ആക്രോശിച്ചു വരുമ്പോൾ തമ്പുരാൻ അയാളുടെ നെഞ്ചത്ത് കയറി ഇടിക്കുമ്പോൾ ഫീസ് അപസ്മാരം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീൻ എടുത്തത് നമ്മുടെ കുളക്കടവിലാണ്, കുളത്തിലാണ്. വിനീത് പിന്നെ അദ്ദേഹത്തെ ഇടിക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ വളരെ സുഹൃതമായ സീനാണ്. അതിന്റെ തൊട്ട് ഞാനിപ്പോ അവിടെ പോയിട്ട് വന്നു കേട്ടോ, കോട്ട ക്ഷേത്രത്തിൽ പോയി, അവിടെയൊക്കെ പോയി എനിക്ക് ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞു. 32 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ആലോചിച്ച് പോകും. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയധികം ഞാൻ ഇമോഷണലായി. ആ ഡയലോഗ് ഒന്ന് കേൾക്കണം. പക്ഷെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള ഡയലോഗൊന്നുമല്ല, എന്റെ കുട്ടൻതമ്പുരാന്റെ വിഷമമാണ് പറയുന്നത്. ഓർമ്മയുണ്ടോ ആ സീൻ? ഞാൻ പറയട്ടെ, കുട്ടൻതമ്പുരാൻ മനസ്സിൽ കേൾക്കുന്നത് ഇങ്ങനെയാണ് തമ്പുരാൻ നിൽക്കുന്നത്. ഇങ്ങനെ കുറച്ച് താടി താത്തേ കൂടി നോക്കുള്ളൂ. എല്ലാവർക്കും ഒന്നെങ്കിൽ പേടി, അല്ലെങ്കിൽ പരിഹാസം, അത് രണ്ടും മാത്രമല്ലാതെ ഇത്തിരി സ്നേഹം, അത് കിട്ടുന്നത് നീ ഒരാളിൽ മാത്രമാണെന്നുള്ള സത്യം. ഇതായിരുന്നു കാര്യം.
2024 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഈ കിട്ടിയ അവസരം. ഞാൻ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. അത് എൻ്റെ മനസ്സിലെ സന്തോഷം കൊണ്ടാണ്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതും ഈ അമ്പലത്തിൽ വരാൻ കഴിഞ്ഞതും ഒക്കെ വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൽ ചെയ്തതായിട്ട് ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോ വിനീതിന് 5-6 പാട്ടുണ്ട് ഈ പടത്തില്. ഈ തമ്പുരാനാണ് പാട്ട് കണ്ടുകൂടാ. ഈ സംഗീതമൊക്കെ എന്തിനാണോ വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ പറയും വിനീതിന്റെ ക്യാരക്ടർ പറയും, അല്ല തമ്പുരാൻ സംഗീതം കൊണ്ട് മഹാരോഗങ്ങൾ വരും മാറുന്നുണ്ട്, തമ്പുരാൻ അറിയാച്ചിട്ടാ എന്ത് ഘോഷമാണ് പറയുന്നത്. എങ്കിൽ പിന്നെ വൈദ്യന്മാരും ഡോക്ടർമാരും എന്തിനാ ഭാഗവതന്മാര് പോരെയെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് തമ്പുരാൻ. സംഗീതജ്ഞര് പോരെയെന്ന് അങ്ങനെയുള്ള തമ്പുരാനാണ്. അപ്പൊ ഈ വിനീത് നല്ല പാട്ടുകളിലൊക്കെ അഭിനയിക്കാൻ പോയി. എനിക്ക് ഭയങ്കര അസൂയായിരുന്നു വിനീതിനോട്. പ്രവാഹമേ പാടുന്നു, സംഗീതമേ അവരെ സല്ലാപമേ പാടി അഭിനയിക്കുന്നു, കൃഷ്ണകൃപാസാഗരം പാടുന്നു, എല്ലാം പാടും ഇട്ടല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് വളരെ അസൂയയോടും കൂടിയാണ് ആ സിനിമ ചെയ്തത്. വിനീതിനോടുള്ള അസൂയ. കാരണം നല്ല പാട്ടുകളിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. സ്വർഗീയ സായുജ്യസാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗഗംഗ പ്രവാഹമേ അംഗാത്മസന്താനയോഗമേ പ്രാപ്തിപരക്ഷേദി കാലികേ പലികേ കുഹുഗീതിക ഗാനസരസീരുഹമാലിക. സ്വരരാഗഗംഗ പ്രവാഹമേ. ഓക്കെ ആണോ?